മീഡിയയുടെ ബന്ധത്തിൽ ഇപ്രകാരം അനുഭവസാക്ഷ്യം രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു സാവകാശം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ചെറിയാൻ ചാണ്ടി. എനിക്ക് 74 വയസ്സാണ്. എനിക്ക് ഭാര്യ, 3 ആൺമക്കളുണ്ട്. 3 ആൺമക്കളും വിവാഹിതരാണ്. ഭാര്യ ഹൗസ് വൈഫാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ചാണ്ടിയുടെയും അന്നമ്മയുടെയും മകനായി 1951 ജനിച്ച് വളർത്തപ്പെട്ടു. ഒരു മിഡിൽ ക്ലാസ് കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ വിദ്യാഭ്യാസം 6ാം സ്റ്റാൻഡേർഡ് വരെ ഞാൻ താമസിച്ച വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അപ്പർ പ്രൈമറി സ്കൂളിലായിരുന്നു. 6ാം സ്റ്റാൻഡേർഡിൽ എന്നെ എൻ്റെ ടീച്ചർ അകാരണമായി അടിച്ചു. ഞാൻ അവരെ തിരിച്ചടിച്ചു. അതിനുശേഷമായിട്ട് ആ സ്കൂളിൽ ഇനി മേലാൽ പോകത്തില്ല എന്ന് കൊള്ളി ഒടിച്ചിട്ടു. അതിനുശേഷം എൻ്റെ ഫാദറും മദറും എന്നെ കൊട്ടാരക്കര കരിക്കം എന്ന് പറയുന്ന സ്ഥലത്ത് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് ഹൈസ്കൂളിൽ ചേർത്തു. അവിടെ ബൈബിൾ ഒരു പാഠ്യവിഷയമായിരുന്നു. 6ാം സ്റ്റാൻഡേർഡിലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ് അന്ന് പഠിപ്പിച്ചത്. അതിൽ ഏതാണ്ട് നല്ല മാർക്ക് വാങ്ങി പാസ്സാകുവാൻ ഇടയായി. എൻ്റെ ജീവിതത്തിൻ്റെ വലിയ മാറ്റം വന്നു. ഞാൻ ഒരു സൗമ്യനായി മാറി. എന്നാൽ അവിടെ സ്നാനമേൽക്കാനുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾ മുൻപ് എന്നെ ഓർത്തഡോക്സ് സഭയിൽ അച്ഛനാകാൻ നേർന്നിരുന്നത് കൊണ്ട് അവിടെ നിന്ന് പത്തനാപുരം ദേറായുടെ ഹൈസ്കൂളിൽ സെൻറ്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലേക്ക് കൊണ്ട് ചേർക്കുവാൻ ഇടയായി. അവിടെ ഞാൻ 10th വരെ പഠിക്കുന്ന സമയത്ത് മദ്ബഹായിൽ ശുശ്രൂഷകനായി തുറന്നു. അതുപോലെ തന്നെ NCCയിലും അതുപോലെ പഠിക്കുന്ന കാര്യത്തിലും ഏറ്റവും മിടുക്കനായിരുന്നു. എന്നാൽ പിന്നീട് അവിടെ ഞാനുമായി ബന്ധപ്പെട്ടിരുന്ന അച്ഛന്മാരുടെയും ശമ്മാശന്മാരുടെയും ഒക്കെ നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലഘുലേഖകൾ വായിക്കുവാനും ഇടയായ സാഹചര്യത്തിൽ പിന്നീട് ഞാനൊരു റിബലായി മാറുകയായിരുന്നു. മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നു പോയിട്ട് പള്ളിയിൽ പോകുന്നത് വരെ എനിക്ക് വലിയ വിഷമകരമായി തോന്നി. അവിടെ ഞാനൊരു റിബലായി എന്ന് പറഞ്ഞല്ലോ. നിയമം ലംഘിച്ച് പുനലൂർ പോയി സിനിമ കണ്ട്, അതിനാൽ അവിടെ നിന്ന് എന്നെ ആ സ്കൂളിൽ നിന്ന് എന്നെ പിരിച്ചുവിടുവാനിടയായി തീർന്നു. പിന്നീട് ഞാൻ കോഴിക്കോട് തന്നെ കുളത്തുവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ 10th പാസ്സായതിനു ശേഷം ബത്തേരിയിൽ സെൻറ്റ് മേരീസ് കോളേജിൽ പ്രീ ഡിഗ്രി 2 വർഷം പഠിച്ചു. പിന്നെ പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. പഠനം നിർത്തി. പിന്നീട് കൃഷി കാര്യങ്ങളിലും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തനത്തിലും 18 വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതിനോടിടയിൽ 8 വർഷത്തോളം ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കുവാൻ എനിക്ക് സാവകാശം ലഭിച്ചു. എന്നാൽ ദൈവമില്ലാതെ ജീവിച്ച് ഒരു ദുർനടപ്പുകാരനായി ഞാൻ മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 1-ാം സങ്കീർത്തനം പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ വഴി ഇരിക്കാതെയും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും എന്നുള്ളത് ഞാൻ ലംഘിച്ചു. അതിൻ്റെ ഫലമായി 4-ാമത്തെ വാക്യം പറയുന്നത് പോലെ ദുഷ്ടന്മാർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ എന്നുള്ള വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി ഞാൻ പലയിടങ്ങളിൽ മാറി മാറി താമസിക്കുവാനിടയായി. അതിനോടിടയിൽ എൻ്റെ വിവാഹം നടത്തപ്പെട്ടു. എന്നാൽ വലിയ സാമ്പത്തിക നഷ്ടവും
അതുപോലെ തന്നെ രോഗങ്ങളും, ഇങ്ങനെ പലവിധമായിട്ടുള്ള കാരണങ്ങളാൽ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് ഞാൻ തമിഴ്നാട്ടിൽ ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫോട്ടോഗ്രാഫി പഠിച്ചിരുന്നതിനാൽ ഒരു ക്യാമറയും ഉപയോഗിച്ച് അവിടെ ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ പലപ്പോഴും വീട്ടിൽ വന്ന് സുവിശേഷം പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു ഗൂഡല്ലൂർ, പാസ്റ്റർ ലിവിങ്സ്റ്റൺ. അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട്ടിൽ വരികയും സുവിശേഷം പറയുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് ഞാൻ എല്ലായ്പ്പോഴും തർക്കിക്കുകയായിരുന്നു പതിവ്. ഏതാണ്ട് 6 വർഷത്തോളം അങ്ങനെ തുടർന്നു. ഈ കാലയളവിൽ തികഞ്ഞ മദ്യപാനിയായി തീർന്നു. അങ്ങനെ മദ്യപിച്ച് വൊമിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിൽ എൻ്റെ മദർ എൻ്റെ സമീപേ വന്നിരുന്ന് എൻ്റെ ദൈവമേ എന്ന് അലമുറയിട്ട് കരഞ്ഞു. ആ കരച്ചിൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വടംവലി സൃഷ്ടിച്ചു. ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എവിടെയാണ്? ആ ചോദ്യം എന്നെ എൻ്റെ വീട്ടിൽ സ്ഥിരമായി വരുമായിരുന്ന ആ പാസ്റ്ററുടെ വീട്ടിലേക്ക് നയിച്ചു. അവിടെ ഞാൻ കടന്നു ചെന്ന് ആ പാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു മാസക്കാലത്തോളം അദ്ദേഹവുമായി പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഉപവാസത്തിലുമൊക്കെ ആയിരുന്ന സന്ദർഭത്തിൽ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. 1990 സെപ്റ്റംബർ 7-ാം തീയതി ഞാൻ രക്ഷിക്കപ്പെടുവാനും സെപ്റ്റംബർ 25-ാം തീയതി സ്നാനമേൽക്കാനും സെപ്റ്റംബർ 30-ാം തീയതി അഭിഷേകം പ്രാപിക്കുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് എനിക്ക് ജോലി ചെയ്യണമെന്നോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും എന്നെ അലട്ടുന്നില്ലായിരുന്നു. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് കഴിവിൻ്റെ പരമാവധി സമയം മാറ്റിവെച്ചു. അങ്ങനെ ഇരിക്കെ പല വർഷങ്ങളായി മുടങ്ങിക്കിടന്ന എൻ്റെ ഒരു വിസ അത് സാങ്ഷനായി വന്നു. ഞാൻ അവിടെ നിന്ന് സൗദി റിയാദിലേക്ക് കടന്നുപോയി. അവിടെ ജോലിയോടൊപ്പം സുവിശേഷ വേലയും 96 മുതൽ സഭാ ശുശ്രൂഷയും ചെയ്തു വന്നു. ഇൻഡിപെൻഡൻ്റായിട്ട് സഭാ ശുശ്രൂഷകൾ അവിടെയുണ്ട്. അങ്ങനെ സഭാ ശുശ്രൂഷ ചെയ്തു വന്നു. തുടർന്ന് 2000 ജിദ്ദയിലേക്ക് ട്രാൻസ്ഫറായി. അവിടെയും ജോലിയോടൊപ്പം സഭാ ശുശ്രൂഷയും സുവിശേഷീകരണവും നടത്തി വന്നു. തുടർന്ന് 2004 ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരുവാൻ ഇടയായി. അത് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചുകൊണ്ടായിരുന്നു. അതിന് കാരണമായത് അന്ന് ജിദ്ദയിലായിരുന്ന സമയത്ത് ഏതാണ്ട് 2-3 വർഷക്കാലം പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് ബൈബിൾ പഠിക്കുവാൻ തക്കവണ്ണം ആ പഠന സമയത്ത് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ തനിക്ക് ബോധിച്ചവരെ അവൻ അടുക്കെ വിളിച്ചു, തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും വരം നൽകുവാനും 12 നിയമിച്ചു എന്ന് പറയുന്ന വാക്യം എൻ്റെ ഹൃദയത്തിൽ ഉടക്കി. എനിക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ട് അന്ന് എനിക്ക് ഏതാണ്ട് 54,000 രൂപയിലധികം സാലറി ഉണ്ടായിരുന്നു. അത് വേണ്ട എന്ന് വെച്ച് ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം സെക്കന്ദരാബാദിലും പിന്നീട് കോയമ്പത്തൂരും അതിനുശേഷമായിട്ട് കോഴിക്കോടും പിന്നീട് ഇന്ത്യൻ റിവൈവൽ അസംബ്ലി എന്ന് പറയുന്ന ഗൂഡല്ലൂർ രജിസ്റ്റർ ചെയ്തൊരു സ്ഥാപനത്തിൽ പാസ്റ്ററായി 2011 വരെ തുടരുവാനിടയായി തീർന്നു. പിന്നീട് പരസ്യയോഗങ്ങൾക്കും അതുപോലെ തന്നെ ജയിൽ മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ ഉള്ള എല്ലാ ജയിലുകളിലും മാറി മാറി കൗൺസിലിങ്ങും അതുപോലെ ബോധവൽക്കരണവും ഒക്കെ നടത്തുവാൻ തക്കവണ്ണം ദൈവം ജീവിതത്തിലൊരു സാവകാശം നൽകി. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ മോസസ് ജോൺ പ്രസൻ മിനിസ്ട്രീസ് എന്ന സ്ഥാപനമായിട്ടാണ് ആദ്യം ബന്ധപ്പെട്ടത്. എന്നാൽ അതിനുശേഷമായിട്ട് പ്രസൻ മിനിസ്ട്രീസ് എന്നുള്ള മിനിസ്ട്രീസ് എന്ന് പേര് വയ്ക്കാൻ പാടില്ല എന്ന നിബന്ധന വന്നതുകൊണ്ട് ക്രൈസ്റ്റ് മിഷൻ ഫോർ പ്രസൻസ് എന്നുള്ള പേരിലേക്ക് അത് മാറി. ഇന്നും ആ ജയിൽ മിനിസ്ട്രി അനുവാദം കിട്ടുന്നയിടങ്ങളിൽ കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരും ഒക്കെ നടത്തി വരുന്നു.
അതിൽ ഇപ്പോൾ സ്ഥിരമായി കണ്ണൂർ ജില്ലാ ജയിലിൽ ഈ ക്രൈസ്റ്റ് മിഷൻ ഫോർ പ്രിസൺസിൻ്റെ അതിനുള്ള ബന്ധത്തിൽ അവിടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൂത്തുപറമ്പ് IPC സെൻറ്ററിനുള്ള ബന്ധത്തിൽ പിണറായി എന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ ആ ദേശങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിലെല്ലാം കടന്നുപോയി സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്യയോഗങ്ങൾ, അതുപോലെ ട്രാക്റ്റ് വിതരണം, ഹൗസ് വിസിറ്റിങ് ഇതൊക്കെയും ചെയ്തു വരുന്നു. സഭാ ശുശ്രൂഷയിൽ എൻ്റെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ KI വർഗീസിനോട് ചേർന്ന് സഭാ ശുശ്രൂഷയിലും പങ്കാളിത്തം വഹിച്ചു വരുന്നു. മറ്റ് അനേക ഇടങ്ങളിൽ പൊതു ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോവുകയും അങ്ങനെ സഭാ ശുശ്രൂഷ നടത്തി വരികയും ഒക്കെയും ചെയ്യുന്നു. ഇതാണ് എൻ്റെ അനുഭവ സാക്ഷ്യം. അതിൽ എന്നെ ചിന്തിപ്പിച്ച, എന്നെ ഇപ്രകാരം മാനസാന്തരത്തിലേക്ക് നടത്തിയ ഒരു വസ്തുത എന്ത് എന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുന്ന സമയത്ത് 2-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ പത്രോസിൻ്റെ പ്രസംഗം, അതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ളതിൽ പത്രോസ് പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ജനം മറ്റാരുമല്ല, കർത്താവിൻ്റെ അമ്മ മറിയ, കർത്താവിൻ്റെ സഹോദരങ്ങളൊക്കെ ആ കേൾവിക്കാരുടെ കൂട്ടത്തിലുണ്ട്. അവരോടാണ് പത്രോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നാണ്. ഞങ്ങൾ ഈ ജയിലുകളിൽ പോകുന്ന അവസരത്തിൽ ഞങ്ങൾ പറയാറുണ്ട്, കോമണായിട്ട് ജയിലുകളിൽ വന്നിരിക്കുന്ന അന്തേവാസികൾ, അവരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഏതായാലും ഒരു ആരോപണത്തിന് വിധേയരായിട്ടാണ് അവർ ജയിലുകളിൽ വന്നിരിക്കുന്നത്. അത് ലോകപ്രകാരമുള്ള ആരോപണങ്ങളാണ്. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് മറ്റ് അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് അത് മാനവരാശിയോട് മുഴുവനുള്ളതാണ്. ആദം മുതൽ മരിച്ചവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവരോടും ഉള്ള ആരോപണമാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്നുള്ളത്. ഈ ആരോപണത്തിന് മറുപടി പറയാത്തിടത്തോളം ഈ ആരോപണ വിധേയനായിരിക്കുന്ന ഓരോ വ്യക്തികളും വാസ്തവമായി മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് മുമ്പോട്ട് ജീവിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നരക യാതന മാത്രമേ ബാക്കിയായിട്ടുള്ളൂ എന്നുള്ള വസ്തുത. ആ വസ്തുതയാണ് ഈ അവിടെ കേൾവിക്കാരായിരുന്നവർ, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചത്. അങ്ങനെ എന്നെ കേൾക്കുന്ന കേൾവിക്കാരായിട്ടുള്ള ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, അവർ ചോദിച്ചതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നുള്ളൊരു ചോദ്യം നിങ്ങളിൽ നിന്ന് ഉയരണം. അങ്ങനെ ഉയർന്നാൽ തീർച്ചയായും പത്രോസിൻ്റെ മറുപടി വരും. അവിടെ 7 അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്. ഉപദേശമല്ല, പഠിപ്പിക്കലുകളാണ്, ടീച്ചിങ് ആണ്. അതുപോലെ തന്നെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ 40-ലധികം ടീച്ചിങ്സ് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ തന്നിട്ടുണ്ട്. അവയെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നിത്യനരയാതനയിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ കർത്താവിനെ പിൻപറ്റി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്ന് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനായിട്ട് ആരെല്ലാം തയ്യാറാകുന്നുവോ, ആരെല്ലാം കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറാകുന്നുവോ, കർത്താവുമായി ചേർന്ന് ജീവിക്കുവാൻ തയ്യാറാകുന്നുവോ, അവർക്ക് കർത്താവ് അധികാരം നൽകിയിരിക്കുകയാണ്. അംബാസഡേഴ്സായിട്ട്, സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സായിട്ട്, യേശുക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായിട്ട്. അങ്ങനെ
ആ അംബാസഡർ എന്നുള്ള നിലയ്ക്ക് അനേകരെ ദൈവവുമായി നിരപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള അധികാരം നൽകപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളിൽ അത് വായിക്കുന്ന സമയത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നല്ല, ഞാൻ സൗമ്യനും താഴ്മയുള്ളവനും ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവിൻ്റെ നുകം എന്ന് പറയുന്നത് അടിമത്തത്തെ കാണിക്കുന്നു. നുകം എന്ന വാക്ക് അതിൻ്റെ മൂലഭാഷയിൽ അധികാരം എന്നും ഉണ്ട്. കർത്താവിൻ്റെ നുകമെടുക്കുക, ആ നുകം സ്വീകരിക്കുക എന്ന് പറയുന്നത് കർത്താവിന് അടിമയായി ജീവിക്കുക എന്നതാണ്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് എന്നതിനാൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നിടത്തോളം അവനെ തൊടുവാൻ ആർക്കും കർത്താവ് അനുവാദം കൊടുക്കുകയില്ല. തീർച്ചയായും കർത്താവിൻ്റെ അടിമയായി കർത്താവ് അധികാരപ്പെടുത്തുന്ന നിലയിൽ ജീവിക്കുവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സഹജീവികളെ നിരപ്പിക്കുവാൻ തക്കോണം ഉള്ള ശുശ്രൂഷ അത് നൽകപ്പെട്ടിരിക്കുന്നതിനാൽ ആ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ സേവിച്ച് മുമ്പോട്ട് ജീവിപ്പാൻ തക്കോണം എൻ്റെ ഈ ചെറിയ സാക്ഷ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനമാകുമെങ്കിൽ ഞാനും ധന്യനായി. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ഈ മിനിസ്ട്രിയെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ മിനിസ്ട്രി, ഈ ജയിൽ മിനിസ്ട്രി ക്രൈസ്റ്റ് മിഷൻ ഫോർ പ്രിസൺസ് എന്ന സംഘടനയോട് ചേർന്ന് ജയിലുകളിൽ നടത്തി വരുമ്പോൾ അനേകർ വന്നിരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതും കരഞ്ഞ് മുറവിളിയിടുന്നതുമൊക്കെയും കേൾപ്പാനും അനുഭവിപ്പാനും ഇടയായിട്ടുണ്ട്. അനേകർ ഇനിയും മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. ദൈവം നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.